ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്ക് 1-2 ബംഗ്ലാവുകൾ പോരെ? അതോ ആ പെയിന്റ് അടിച്ച പഴയ കെട്ടിടം മതിയോ? ആലോചിച്ച് തീരുമാനിക്ക്. രാജു ഋതികയെ കല്യാണം കഴിച്ചാലേ ബംഗ്ലാവ് കിട്ടും. ഈ കല്യാണം നടന്നു കിട്ടുന്നവരെ മനസ്സിൽ തീയ. എന്തായാലും അമ്മ സമാധാനത്തോടെ ഇരിക്കെ. നമ്മളെല്ലാവരും ഒന്നിച്ചില്ലേ? കല്യാണം ഭംഗിയായിട്ട് നടക്കും. നമ്മൾ നടത്തിയെടുക്കും. രുക്മിണി ആന്റിയും രമ്യയും ഉണ്ടോ? ഇല്ല, ഉണ്ടില്ല. ഒരു സമാധാനം കിട്ടിയിട്ടല്ലേ വിസ്തരിച്ചൊന്ന് ഉണ്ണാൻ. ഓ കഷ്ടം. ഞാൻ ആ കാര്യം അല്ല ചോദിച്ചത്. വേണു അങ്കിള് അകത്തുണ്ടോന്ന് അറിയണ്ടേ? ഉണ്ട്, പുറകുവശത്തെ പറമ്പില. അതെ, ഒരു പ്രത്യേക കാര്യം വളരെ രഹസ്യമായിട്ട് പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ രുക്മിണി? കാര്യങ്ങൾ ഒരു പക്ഷെ നമ്മുടെ പിടിയിന്ന് വഴുതി പോവാനുള്ള സാഹചര്യം ഇപ്പൊ നിലവിലുള്ളത്. അയ്യോ, അതുകൊണ്ട് രാജുവിന്റെ രമ്യയുടെ കല്യാണം നമുക്ക് നാളെ തന്നെ നടത്തിയാലോ? മനസ്സിലായില്ല. രാധമേ, ഓടുന്ന പട്ടിക്കെട്ട് ഒരു മുഴം മുമ്പേ അറിയണമെന്നാ പ്രമാണം. വർമ്മ സാറിന്റെ വീട്ടില് കാര്യങ്ങൾ സ്പീഡിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് കല്യാണം നാളെ തന്നെ നടത്തിയാലോ? അയ്യോ, അപ്പൊ ഈ കല്യാണക്കുറിയൊക്കെ അടിച്ച സ്ഥിതിക്ക്? കല്യാണക്കുറി അടിച്ചിട്ടില്ലല്ലോ, പ്ലാൻ ചെയ്തേക്കുന്നല്ലേ ഉള്ളൂ. കല്യാണം നാളെ തന്നെ നടത്തണം, അതാ ബുദ്ധി. അപ്പൊ ക്ഷണിച്ചവരൊക്കെയോ? എടി പ്രിയേ, അതിന് എവരോ നമ്മളോ ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ. മുഹൂർത്തം അറിയാതെ എങ്ങനെ ക്ഷണിക്കും? ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒക്കെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഗംഭീര റിസപ്ഷൻ നടത്തിയ പോലെ. അത് മതി, അതാ ബുദ്ധി. ആ, അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെ. മുഹൂർത്തം നോക്കാൻ ഞാനൊരു ജോത്സ്യനെ വിളിക്കാം. ജോത്സ്യൻ വരുന്ന സമയം ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോ നിങ്ങൾ അങ്ങോട്ട് വരണം. ശരി രുക്മിണി. ശരി, വാ മോളെ. വാ മോളെ. ഒരു കള്ളനെ പോലെ പതുങ്ങി നിന്ന് എല്ലാം കേൾക്കുമായിരുന്നല്ലേ? എന്റെ വീടിനകത്തല്ലേ, ഞാൻ അറിയാതെ കേട്ടുപോയി. ഞാനിത് കേട്ട കാര്യം നിങ്ങൾ ആരോടും പറയരുത്, ദയവായി പറയരുത്, പ്ലീസ്. പറയാതിരുന്നാൽ? നിങ്ങൾക്കിത് ഓണത്തിനിടയിലുള്ള പുട്ടുകച്ചവടമാണെന്ന് എനിക്കറിയാം. ഈ കച്ചവടത്തില് നിങ്ങൾക്കെന്താ ലാഭം? പറഞ്ഞോ. കച്ചവടക്കാര് വില തുറന്നു പറഞ്ഞേ പറ്റൂ. ആ രമ്യക്ക് ടൗണിൽ ഒരു വീടുണ്ട്. അത് എനിക്ക് തരാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ കല്യാണം നടക്കണം. അത്രയല്ലേ ഉള്ളൂ.
ആ വർമ്മ സാറ് എത്ര കോടി രൂപയുടെ ഉടമസ്ഥനാണെന്ന് നിങ്ങൾക്കറിയോ? അയാൾക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, ഋതിക മാഡം. 10-15 ബംഗ്ലാവുണ്ട് അവർക്ക്. ആ കുട്ടിയുടെ പേരിൽ തന്നെയാ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് 1-2 ബംഗ്ലാവുകൾ പോരെ? അതോ ആ പെയിന്റ് അടിച്ച പഴയ കെട്ടിടം മതിയോ? ആലോചിച്ച് തീരുമാനിക്ക്. രാജു ഋതികയെ കല്യാണം കഴിച്ചാലേ ബംഗ്ലാവ് കിട്ടും. ഏത് കല്യാണം നടക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഋതികയെ രാജു കല്യാണം കഴിച്ച ബംഗ്ലാവിൽ താമസിക്കുന്ന മഹാറാണിയാണ് കൊച്ചമ്മണി. അത് മറക്കണ്ട കേട്ടോ. കിരീടമില്ലാത്ത കൊച്ചമ്മിണി മഹാറാണി ആരുടെ കുതിരക്കാല് വെട്ടണം? ആരവിടെ? ഭടനെവിടെ? അവനെ തലവെട്ടു. യോ, ഹലോ. ആ ശേഖരൻ സാറേ, ഇത് ഞാനാ, വേണു. ആ മനസ്സിലായി വേണോട്ടാ. എന്താ വിളിച്ചത്? ഒരു പ്രശ്നമുണ്ട് ശേഖരൻ സാറേ. പ്രശ്നോ? എന്ത് പ്രശ്നം വേണോട്ടാ? ഇവിടെ ഇവര് രാജുവിന്റെയും രമ്യയുടെയും കല്യാണം നാളെ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുക. ശരി വേണോട്ടാ, വേണോട്ടം പേടിക്കാതിരിക്കേ. നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. ശരി സാറേ. എന്താ ശേഖരേട്ടാ? ചില പ്രശ്നങ്ങളുണ്ട്. വാ, ഏട്ടനോട് പറയാം. എന്താന്നൊന്ന് പറയൂ ശേഖരേട്ടാ. യാമിനി, ആ രാധമ്മയും രുക്മിണിയും കൂടെ ഒരു അതിബുദ്ധി കാണിക്കാനുള്ള പുറപ്പാടില്ല. എന്നുവെച്ചാ? അവർ വളരെ രഹസ്യമായി രാജുവിന്റെയും രമ്യയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചു. അതിന് രാജു നിന്നു കൊടുക്കോ? പറയാനൊക്കില്ലല്ലോ. അവനൊരു ശുദ്ധഗതിക്കാരന്, നിഷ്കളങ്കൻ. ആരെയും വിഷമിപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യുന്നത് അവന് സഹിക്കാനാവില്ല. ഇപ്പൊ ശേഖരേട്ടൻ എന്താ ചെയ്യാൻ പോന്നെ? ഞാനിത് ഏട്ടനോട് പറയാൻ പോവാ. അയ്യോ, ഏട്ടനോട് ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞാ ഏട്ടൻ ഈ കല്യാണത്തിന് പിന്മാറില്ലേ? അങ്ങനെ ഞാൻ പറയോ മണ്ടി? ഋതികയും രാജുവും തമ്മിലുള്ള കല്യാണം നാളെ തന്നെ നടത്തണം. അതിന് ഞാനൊരു നുണ പറയാൻ പോവുക. വാ, ഞാൻ എന്താ പറയാൻ പോകുന്നെന്ന് നീ ഒന്ന് കേൾക്ക്. എന്താ ശേര? അല്പം മുമ്പ് വേണോട്ടം വിളിച്ചിരുന്നു. എന്താ രാജുനുള്ളതും? ഏയ്, രാജുനൊന്നുമില്ല. അതല്ല വിഷയം.